അവരുടെ ജീവിതം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അങ്ങനെ തന്നെയാണ്. പലർക്കും മൂപ്പരെ പറ്റി മൂപ്പര് വലിയൊരു ദുഞ്ഞാവിനോടൊരു മഹബത്തുള്ള ആളാണെന്ന് പലർക്കും തോന്നിയിട്ടുണ്ട്. അവർക്ക് ദുഞ്ഞാവിനോടൊരു മഹബത്തുമില്ല. മൂപ്പരെ പറയുന്നുണ്ട് ആകെ വേണ്ടത് ഒരു കോറിൻ്റെ തുണിയാണ് മൂപ്പരെടുക്കൽ, അല്ലെങ്കിൽ ഒരു മൗലാൻ്റെ തുണി. അതേമാതിരിക്കുള്ള ഒരു കോറ കുപ്പായമാണ് മൂപ്പരുള്ളത്. അങ്ങനത്തെ വലിയൊരു ആഡംബരമുള്ള ഷർട്ടും കുപ്പായൊന്നും മൂപ്പരിട്ടില്ല. ഒരു കമ്പിൻ്റെ ഒരു തൊപ്പിയായി ഇപ്പോൾ വലിയൊരു തലയിൽ കിട്ടും. അപ്പോൾ ദുഞ്ഞാവിനോട് വലിയൊരു ആഗ്രഹമൊന്നും മൂപ്പർക്കില്ലായിരുന്നു. മൂപ്പർക്ക് ദുഞ്ഞാവിനോട് ആഗ്രഹമുണ്ട്. മൂപ്പര് അത് ജനങ്ങൾ മനസ്സിലാക്കിയാൽ എല്ലാം ജനങ്ങൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ ദുഞ്ഞാവിനോടൊരു ആഗ്രഹവും മൂപ്പർക്കില്ല. പക്ഷേ തെറ്റിദ്ധരിച്ചു പലരും. മൂപ്പര് തന്നെ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങൾ ആരെന്ത് കൊണ്ടുവന്നാലും ഞാൻ വേഗം ആന്ന് പറഞ്ഞ് വാങ്ങും. നിങ്ങൾക്കൊക്കെ തരുമ്പോൾ നിങ്ങൾ പറയും അവിടെ നിൽക്കട്ടെ, അവിടെ വെക്കട്ടെ എന്നൊക്കെ, അവിടെ നിൽക്കട്ടെ, അവിടെ വെക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ്റെ കീസിയിൽ വെച്ചോളിയതോ അല്ലെങ്കിൽ അവിടെ വെച്ചോളിയെന്നൊക്കെ അടിക്കുക. ഏതായാലും നിങ്ങൾക്ക് തരാതെ വിടൂല എന്ന് ഉറപ്പാണല്ലോ. അപ്പോൾ പിന്നെ അത്ര എനിക്ക് വേണ്ടാന്ന് നിങ്ങൾക്ക് പ്രകടനം. ഞാനത് പറയില്ല, ഞാനത് വേഗം വാങ്ങലുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? ജനങ്ങളൊക്കെ മനസ്സിലാക്കട്ടെ. എനിക്ക് ഇതിനോടൊക്കെ ഒരു വലിയ ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. മൂപ്പർക്ക് അതിനോടൊന്നും ഒരു ആഗ്രഹം ഇല്ലായിരുന്നു. മൂപ്പര് അള്ളാഹുവിൻ്റെ ദീനിനെ ഇവിടെ സംരക്ഷിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ കാലഘട്ടത്തിലും അതിന് യോഗ്യരാകുന്ന ആളുകളെ അള്ളാഹു ഇവിടെ നിശ്ചയിച്ചു കൊണ്ടേയിരിക്കും. കാരണം ഈ ദീൻ നശിക്കാൻ പാടുള്ളതല്ല. ഈ ദീൻ്റെ തനിമ ഇവിടെ നിലനിൽക്കണം, ഖിയാമത്ത് നാൾ വരെ ദീൻ നിലനിൽക്കണം. മറ്റുള്ള അമ്പിയാക്കന്മാരിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ശരീഅത്ത് പോലെയല്ല. ആ ശരീഅത്തൊക്കെ ഒരു മഹദൂദത്താവുന്നതായ ആളുകളായിട്ടുണ്ട്. ആ അജല് കഴിഞ്ഞാൽ പിന്നെ അത് മൻസൂഖത്താണ്, അത് ദുർബലമാണ്, അതിൻ്റെ ഡേറ്റ് എക്സ്പയർ ആയ സാധനം പോലെയാണ്. അപ്പോൾ മുൻകഴിഞ്ഞ ദീനുകളൊന്നും ഇവിടെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല. അവരെ ശരീരത്തിൽ അതിൽ പലർക്കും പലതും കടത്തിക്കൂട്ടാം, കുഴപ്പമില്ല. കാരണം അത് അള്ളാഹു അവതരിപ്പിച്ചതായ ശരീഅത്തല്ല. അള്ളാഹു അവതരിപ്പിച്ച ശരീഅത്ത് പ്രത്യേക ഒരു കാലത്തിന് മാത്രം അവതരിപ്പിച്ചത്. ആ കാലം കഴിയലോടുകൂടെ കഴിഞ്ഞു. റസൂലിലേക്കുള്ള ശരീഅത്ത് അങ്ങനെയല്ല, അത് ഖിയാമത്ത് നാൾ വരെ അല്ലെങ്കിൽ വിശുദ്ധമാവുന്നതായ ഈ ദീൻ ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം, അല്ലെങ്കിൽ ഈ മനുഷ്യവർഗം ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം ഈ ശരീഅത്ത് ഇവിടെ നിലനിൽക്കണം. അതിനാവശ്യമായ നിലക്കുള്ളതായ ഒരു സംവിധാനം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി തന്നു. അത് ഇതുപോലുള്ള മഹാന്മാരാവുന്ന പണ്ഡിതന്മാരിൽ കൂടിയായി.